GSTയുടെ ടാക്സ് റേറ്റുകളെല്ലാം സെപ്റ്റംബർ മാസം 22-ാം തീയതി തൊട്ട് മാറ്റം വരുവാണെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22-ാം തീയതി തൊട്ട് കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആപ്ലിക്കബിൾ അല്ല. പാൻ മസാല ആൻഡ് ടൊബാക്കോ പോലെയുള്ള ഒരു 5-6 ഐറ്റത്തിനൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റത്തിന്റെയും കോമ്പൻസേഷൻ സെസ് ഗവൺമെന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം സിൻ ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് ഡീൽ ചെയ്യുന്നവർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെപ്സി, കൊക്കോകോള, എയറേറ്റഡ് വാട്ടേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ സപ്ലൈക്ക് നമ്മൾ കോമ്പൻസേഷൻ സെസ്സും കൂടെ കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണമായിരുന്നു. അത് 22-ാം തീയതി തൊട്ട് ഗവൺമെന്റ് ലിഫ്റ്റ് ചെയ്തു. അതിന് കോമ്പൻസേഷൻ സെസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമ്പൻസേഷൻ സെസ് ആക്ടിലെ സെക്ഷൻ 11 സബ്സെക്ഷൻ 2 എന്താണ് പറയുന്നത്? കോമ്പൻസേഷൻ സെസ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ആ എടുക്കുന്ന ക്ലെയിം നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കോമ്പൻസേഷൻ സെസ് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കോമ്പൻസേഷൻ സെസിന്റെ ക്രെഡിറ്റ് കനോട്ട് ബി യൂട്ടിലൈസ് IGST, CGST ആൻഡ് SGST പേ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതും ഏതെങ്കിലുമൊക്കെ അസസിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തെ പർച്ചേസ് അല്ലെ ഓൾറെഡി കോമ്പൻസേഷൻ സെസ്സിലെ ബാലൻസുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ടുകളൊക്കെ എന്താകും? 22-ാം തീയതി തൊട്ട് ലാപ്സ് ആകും. ഒരുപാട് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൾറെഡി ഗവൺമെന്റിന് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോമ്പൻസേഷൻ സെസ്സുകൾ CGST, SGST ആൻഡ് IGST സെറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ തരണമെന്നും പറഞ്ഞു. ഗവൺമെന്റ് അതിനൊരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഒഫീഷ്യലി ഒന്നും നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കാർ പറയുന്നത് ഗവൺമെന്റ് ഇതിലൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഏകദേശം 2500 കോടി രൂപ വരെ ഓട്ടോമൊബൈൽ ഡീലേഴ്സിന് നഷ്ടമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് എടുക്കാൻ സാധിക്കാത്തത് വരുമ്പോൾ അതെന്ത് ചെയ്യും? അത് അവരുടെ കോസ്റ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോമ്പൻസേഷൻ സെസ്സിൽ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുകയോ ഇല്ലയോ അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ എങ്കിലും ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സെയിലോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഒരു പ്രോസസ്സിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.